يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബിദ്അത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും അസ്ഹാബുൽ ബിദ്അ, ബിദ്അത്തുകാർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷകളെക്കുറിച്ചും അവർക്ക് നാളെ പാരത്രിക ലോകത്ത് കിട്ടാനുള്ള അവർക്ക് നഷ്ടപ്പെടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ച എന്നോണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, നമുക്കറിയാം റബീഉൽ അവ്വൽ 12 ഒരു വിശ്വാസിക്ക് മറക്കാൻ സാധിക്കാത്ത, കണ്ണ് നിറയുന്ന ഒരു ദിവസമാണ് ഇന്ന്. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ഹിജ്റ പോയത് റബീഉൽ അവ്വലിലാണ്. ജനനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജനിച്ചു എന്ന് പറയപ്പെടുന്നത് റബീഉൽ അവ്വലിലാണ്. തീർച്ചയായും മരണപ്പെട്ടതും റബീഉൽ അവ്വലിലാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ മാസം കേൾക്കുമ്പോൾ സ്വഹാബികൾക്ക് മറ്റു 2 കാര്യങ്ങളെക്കാൾ, ഹിജ്റയേക്കാളും പ്രവാചകന്റെ ജനനത്തെക്കാളും അവർ ഈ മാസം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയോഗത്തെ കുറിച്ചായിരുന്നു. പിടക്കുന്ന ഹൃദയത്തോടെ മാത്രമേ ഒരു വിശ്വാസിക്ക് ഓർക്കാനാകൂ ഇന്നത്തെ ഈ ദിവസമെന്ന് പറയുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ മരണത്തിന്റെ സൂചന പല സന്ദർഭങ്ങളിലായി സഹാബത്തിലേക്ക് അങ്ങനെ ഇട്ടുകൊടുത്തിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി പ്രവാചകൻ നിശ്ചയിച്ച സമയത്ത് യാത്രയയക്കാണ്. മുആദ് ഒട്ടകപ്പുറത്ത്, പ്രവാചകൻ താഴെ നിന്നിങ്ങനെ നടന്ന് യാത്രയയക്കാം. ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ മുആദിനോട് പോകുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ഹാമി ഹാദാ, അടുത്ത വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല, നീ ഒരു യാത്ര പോകുകയാണ്, അതും യമനിലേക്ക്. അൻത മുർറ ബിമസ്ജിദി വഖബ്രി, എന്റെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ എന്റെ ഖബറിടത്തിലോ താങ്കൾ വന്നേക്കാം, ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുകയില്ല. മരണത്തിന്റെ ഒരു മുന്നറിയിപ്പ് പ്രവാചകൻ കൊടുത്തതാണ്. ഫബക മുആദ് ഖശഅ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
പ്രവാചകന്റെ വേർപാടിന്റെ മുന്നറിയിപ്പ് കേട്ടപ്പോ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു. പ്രവാചകന്റെ മരണത്തിന്റെ വേർപാടിന്റെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത സമയത്ത് പോലും ഒരു സ്വഹാബി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെ അവർ എത്ര സ്നേഹിച്ചിരുന്നെന്ന് നോക്കൂ സഹോദരങ്ങളെ. മാത്രമല്ല, ആ പ്രവാചകന്റെ വഫാത്തിന്റെ മറ്റു ചില സൂചനകളും നമുക്ക് കാണാൻ കഴിയും. സാധാരണ റമദാൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇദാ ജാഅ റമദാൻ ഇദാ ദഖല അശ്റുൽ അവാഖിറു മിൻ റമദാൻ ശദ്ദ മിഅ്സറഹു വഅയ്ഖള അഹ്ലഹു വഅഹ്യാ ലൈലഹു. അരയുടുപ്പ് മുറുക്കിയെടുക്കാറുണ്ട്, തന്റെ കുടുംബത്തെ ഉണർത്താറുണ്ട്, നിർജീവമായ രാത്രിയെ പ്രവാചകൻ സജീവമാക്കാറുണ്ട്. പക്ഷേ പ്രവാചകന്റെ മരണത്തിന് മുമ്പുള്ള ഒരു റമദാനിൽ, അവസാനത്തെ റമദാനിലെ 20 ദിവസം പ്രവാചകൻ ഇഅ്തികാഫിരുന്നു. അത് പ്രവാചകന്റെ ഒരു മരണത്തിന്റെ സൂചനയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ ഖുർആൻ പരിശോധിക്കുന്നുണ്ട് പ്രവാചകനിലേക്ക് വന്നുകൊണ്ട്. അത് പ്രവാചകന്റെ മരണത്തിന്റെ സൂചനയാണ്. അവിടുത്തെ ഹജ്ജിന്റെ സമയത്തെ അറഫയിൽ വെച്ച് പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇൽ നടത്തിയ പ്രസംഗമുണ്ട്. നമ്മൾ ആ സമയത്ത് വിശദീകരിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്നു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. فإني لا أدري لعلي لا ألقاكم بعد يومي هذا وفي هذا الموقف. അടുത്ത വർഷം ഈ ദിവസം ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് പറയാൻ സാധ്യമല്ല. അത് മറ്റൊരു മുന്നറിയിപ്പായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കാം. അതിൽ പറഞ്ഞു, ഇന്നല്ലാഹ ഗയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. قال فبكى أبو بكر فعجبنا لبكائه أن يخبر رسول الله عن عبد خير. ഈ ഹദീസിൽ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ വേളയിൽ പറഞ്ഞു കൊടുക്കുന്നു, ഒരു അടിമക്ക് ഐഹിക ലോകവും അവന്റെ അടുത്തുള്ളതും തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. അള്ളാഹു അവസരം നൽകുകയാണ്. ദുനിയാവ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പരലോകം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി തിരഞ്ഞെടുക്കാം. ആ അടിമ അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ച്, ആ പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകൻ ഇത് പറയുന്നത്, അള്ളാഹിന്റെ പ്രവാചകന് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്ന്, അള്ളാഹുവിന്റെ അടുത്തുള്ളത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇഹലോകം തിരഞ്ഞെടുക്കാൻ. ആ അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായപ്പോ കരഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമായി. മറ്റു സഹാബത്ത് പറയാം, തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം അല്ലാഹു അവന്റെ ഒരു അടിമക്കല്ല് നൽകിയതിനെന്തിനാ താങ്കൾ കരയുന്നത്? അപ്പൊ അബൂബക്കർ പറയുന്നുണ്ട്, തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകപ്പെട്ട അടിമ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ആ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി എന്നാ പറഞ്ഞത്. ഒരുപാട് മുന്നറിയിപ്പുകൾ പറഞ്ഞു വന്നത്, മുന്നറിയിപ്പുകൾ സഹാബത്തിന് പ്രവാചകൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദീനിന് സഹായവും ശക്തിയുമായി പ്രവർത്തിച്ച പല സ്വഹാബികളും മറമാടപ്പെട്ട ബഖീഉൽ ഗർഖദ്, മദീനയിലുള്ള ആ സ്ഥലം പ്രവാചകൻ രാത്രി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന വഴിക്ക് പ്രവാചകന് ക്ഷീണവും പനിയും ഒക്കെ അനുഭവപ്പെട്ടു.
പ്രയാസം കഠിനമായി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ചികിത്സയിൽ കഴിയാൻ മറ്റു ഭാര്യമാരുടെ അനുമതി നേടി പ്രവാചകൻ. അബ്ബാസ്, അലി റളിയല്ലാഹു അൻഹുമാ അവരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിലെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? രോഗിയായിട്ടും പനിയായിട്ടും രോഗം ശക്തമായിട്ടും അന്നേ ദിവസം പ്രവാചകൻ 4 വഖ്തിന് ഇമാം നിന്നു. അങ്ങനെ ഇശാഇന്റെ സമയത്ത് അവിടുന്ന് ബോധരഹിതനായി. ബോധം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്കൊരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു മുട്ടുവേദന വന്നാൽ, കൈവേദന വന്നാൽ നമ്മൾ അന്ന് പള്ളിയിൽ പോകൂല, ജമാഅത്ത് ഉണ്ടാവൂല. സഹിക്കാൻ കഴിയാത്ത ക്ഷീണം വന്നു, പനി വന്നു. പ്രവാചകൻ വീട്ടിൽ നിന്നല്ല നമസ്കരിച്ചത്, പള്ളിയിൽ പോയി മഅ്മൂമായിട്ടല്ല 4 വഖ്ത് പ്രവാചകൻ ഇമാം നിന്നു. ആളുകൾക്ക് നേതൃത്വം നൽകി. ഇശാഇന്റെ സമയത്ത് ബോധരനായി ബോധം വരുമ്പോഴെല്ലാം ചോദിക്കുന്നത് എന്തെന്നറിയോ? ജനങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബിന്റെ ആ ചോദ്യം നോക്കൂ നിങ്ങൾ. നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് അസ്വല്ലന്നാസ്. അവരൊന്നടങ്കം പറഞ്ഞു, ലാ ഹും യൻതദിറൂനക, ഇല്ല റസൂലേ, താങ്കളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് അവര്. യാ റസൂലല്ലാഹ് ഇന്നക തുഅകു വഅകൻ ശദീദ, താങ്കൾക്ക് ശക്തമായ പനി അനുഭവപ്പെടുന്നുണ്ടല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊണ്ടുകൊടുത്തു. അവിടുന്ന് കുളിച്ചു. എന്നിട്ട് പ്രവാചകൻ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴും പ്രവാചകൻ ബോധരഹിതനായി വീണു. ഇത് 3 തവണ ആവർത്തിച്ചു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി അവിടെ നിർത്തുകയാണ്. ആ സമയത്ത് സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നക തുഅകു വഅകൻ ശദീദ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അങ്ങേയറ്റത്തെ വേദനയുണ്ടല്ലേ? പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? അജൽ ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ 2 ആളുകളുടെ വേദന ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. 2 ആളുകൾക്കുള്ള വേദന ഈ സമയത്ത് ഞാൻ അനുഭവപ്പെടുന്നു എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി കൊടുക്കാം. അടുത്ത ദിവസം ളുഹറിന്റെ സമയത്ത് അല്പം ആശ്വാസം ലഭിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഇമാം നിൽക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആംഗ്യം കാണിച്ചു കൊടുത്തു ഇമാം നിൽക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിക്കുകയാണ്. ആ സമയത്തും അവസാന നിമിഷങ്ങളിലൊക്കെ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കെന്തെന്നറിയോ? അൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, ഖാല കാന ആഖിറു കലാമി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസാന വാക്കുകളിൽപ്പെട്ട ഒരു വാക്കായിരുന്നു അസ്സലാത്ത്. അസ്സലാത്ത്, നിങ്ങൾ നമസ്കരിക്കണം. നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമുക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും പ്രവാചകൻ തന്റെ ഉമ്മത്തിനെ ബോധിപ്പിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം നമസ്കാരമായിരുന്നു. നമ്മളിൽ എത്ര പേര് നമസ്കാരത്തിന്റെ പ്രാധാന്യം കൊടുക്കാറുണ്ട്? ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദി യൗമിൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാത്ത്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ വിചാരണ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അതാര് ശരിയാക്കിയോ അവൻ വിജയിച്ചു, ആര് നഷ്ടപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു. നമ്മളോട് ചോദിക്കുക, 5 വഖ്ത് നമസ്കാരം നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയങ്ങളിലെ അവസാന വാക്കുകളിൽ അത് നമസ്കാരത്തെ കുറിച്ചായിരുന്നുവെങ്കിൽ നമ്മൾ ദിനേന 5 വഖ്ത് നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരാണോ?
ഒരാഴ്ചയിൽ ഒരു അടിമ നമസ്കരിക്കുന്ന ഏറ്റവും നല്ല നമസ്കാരം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരമാണ്. എത്ര പേര് സുബ്ഹിക്ക് പള്ളിക്ക് വന്നിട്ടുണ്ട്? ഈ ജുമുഅക്ക് കൂടിയ നമ്മളെല്ലാവരും വന്നിട്ടുണ്ടോ? ആ നമസ്കാരത്തിന് അത്രയും പ്രാധാന്യമുണ്ടായത് കൊണ്ടാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നിമിഷത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണമാസന്നമായപ്പോൾ അവിടുന്ന് ഒരു വസ്ത്രമെടുത്ത് തന്റെ മുഖത്തിട്ടുകൊണ്ടിരുന്നു. പിന്നെ പ്രവാചകൻ അത് എടുത്തു മാറ്റും, വീണ്ടും എടുത്തു മാറ്റും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ഉപദേശമുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ. ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഹിം മസാജിദാ. അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. അവിടെ പോലും തൗഹീദിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇന്ന് എത്ര ജാറങ്ങളുണ്ട്, എത്ര മഖബറകളുണ്ട്. അവിടേക്ക് പോയി ആരാധനാ കേന്ദ്രമാക്കി അതിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് സഹായം തേടുകയും അവർക്ക് മുന്നിൽ ആവലാതിയും വേവലാതിയും ബോധ്യപ്പെടുത്തുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ശിർക്കിൽ മുങ്ങിക്കുളിച്ച ഒരു ജനതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ നമസ്കാരത്തിന്റെ കൂടെ വീണ്ടും നമുക്ക് രക്ഷപ്പെടേണ്ട ആ ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്ത്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കയ്യിലുണ്ടായിരുന്ന വാൾ മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുകയാണ് പ്രവാചകൻ ചെയ്തത്. 7 ദീനാർ കയ്യിലുള്ളത് പ്രവാചകൻ ദാനം ചെയ്തു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിളക്കിലൊഴിക്കാൻ എണ്ണ കടം വാങ്ങുന്നുണ്ട്. എല്ലതും വിശദീകരിക്കാൻ സമയമില്ല കേട്ടോ. പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എന്തെന്നറിയോ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ പാവപ്പെട്ടവനായി അല്ലാഹുവിനെ ജനിപ്പിക്കണം. വഅമിത്നി മിസ്കീന, പാവപ്പെട്ടവനായി കൊണ്ട് മിസ്കീനായി കൊണ്ട് എന്നെ നീ മരിപ്പിക്കണം റബ്ബേ. നമ്മളോ ഇന്നത്തെ നമ്മുടെ ധന്യതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോഴുള്ള പ്രവാചകന്റെ അവസ്ഥയെ നിങ്ങൾ നോക്കൂ. എത്ര കോടി നമ്മൾ സമ്പാദിച്ചാലും, എത്ര വലിയ വാഹനങ്ങൾ വാങ്ങിയാലും, എത്ര വലിയ ആഡംബര വീടുകൾ വെച്ചാലും, എത്ര വലിയ ആഡംബര കല്യാണങ്ങൾ നടത്തിയാലും, മരണത്തിന്റെ ദിവസമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, താങ്കൾ മരണപ്പെടേണ്ടവനാണ്, അവരും മരിക്കുക തന്നെ ചെയ്യും. ആ ദിവസം നമ്മൾ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും അനന്തരാവകാശികൾ കൊണ്ടുപോകും. രണ്ട് കാര്യങ്ങൾ മടങ്ങിപ്പോകും, കുടുംബവും സ്വത്തും. ഒന്നേ ഒന്ന് മാത്രമേ അന്ന് ബാക്കി ഉണ്ടാകുള്ളൂ. അതെന്താണെന്നറിയോ? അഅ്മാലു സ്വാലിഹാത്തുകൾ, താൻ തന്റെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ അവിടെ അവന് ഉപകാരപ്പെടുകയുള്ളൂ. ആ മരണത്തെ കുറിച്ച് ഓർക്കേണ്ട ദിവസമാണെന്ന് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തുണ്ടായിരുന്ന പാത്രത്തിലുള്ള വെള്ളത്തിൽ കൈയിട്ട് തടവിക്കൊണ്ട് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഈ കലിമ നമ്മൾ പറഞ്ഞ് മരിക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. വാക്കുകൊണ്ട് പറഞ്ഞവനെ, വാക്കുകൊണ്ട് അത് ആദർശം പിൻപറ്റാതെ വെറും വാക്കുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്ര തവണ, 1000 തവണയാകട്ടെ, ലക്ഷക്കണക്കിന് തവണയാകട്ടെ ചൊല്ലിയിട്ടൊരു കാര്യമില്ല.
മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അത് പറയണമെങ്കിൽ ആ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം അവൻ നയിക്കേണ്ടത്. പ്രവാചകൻ അവസാനം പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുന്ദരമായ നിമിഷം നോക്കൂ നിങ്ങൾ. പ്രവാചകന്റെ വിയോഗത്തിൽ കരഞ്ഞവരുണ്ട്. മദീന മുഴുവൻ കരഞ്ഞു. അബൂബക്കർ, ഉമർ, അതുപോലെ സ്വഹാബികൾ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സ്വബോധം നഷ്ടപ്പെട്ടു. ചില സ്വഹാബികൾ ബോധരഹിതനായി. ചില ആളുകൾ നാട് വിട്ടുപോന്നു. പ്രവാചകൻ മരണപ്പെട്ട പ്രവാചകനില്ലാത്ത മദീന ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയ ആളുകളുണ്ട്. അബൂ ദുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിൽ ചെന്നപ്പോ ഹാജിമാർ ഇഹ്റാമിലായിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തൽബിയത്ത് ചെല്ലുന്നത് പോലെ ഉണ്ടാകുന്ന വലിയ ശബ്ദം കേട്ടു. കരച്ചിലിന്റെ ശബ്ദം. എന്താന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. ആര് സങ്കടപ്പെട്ടാലും പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കും വല്ലാത്ത സന്തോഷം. കാരണം മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഇന്ന ലിൽ മൗതി സകറാത്ത്, ഇന്ന ലിൽ മൗതി സകറാത്ത്. മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ. ആ വേദന എല്ലാവരും അനുഭവിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ജനിച്ച ഓരോ വ്യക്തിയും മരണപ്പെടുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആരും ഒഴിവല്ല. ആ ദുഹാ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞ പരലോക ജീവിതത്തിലേക്ക് യാത്രയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ സമയം ഇന്ന് ഇവിടെ നോക്കൂ നിങ്ങൾ. ആ ദുഹായുടെ സമയത്ത് ഘോഷയാത്രകൾ സംഘടിപ്പിക്കുകയാണ്. മുട്ടും പാട്ടും ആഘോഷങ്ങളുമായി ബിരിയാണി വിളമ്പി, അതുപോലെ തന്നെ പായസം വിളമ്പി, മിഠായി വിതരണം ചെയ്ത് പ്രവാചകന്റെ മരണ ദിവസം ആഘോഷിക്കുന്ന ജനതയാണ് നമ്മുടെ അയൽവാസികളായി, കൂട്ടുകാരായി, നാട്ടുകാരായി, സുഹൃത്തുക്കളായി ഒക്കെ നമ്മുടെ കൂടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. അതിൽ അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്തേ മതിയാകൂ. ആ ഹിദായത്ത് കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹുമ്മ ഹ്ദിഹിം. അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. ഇന്നല്ലാഹ യഹ്ദി ലിമൻ യശാ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആർക്കും ഒരിക്കലും നമുക്ക് കൊടുക്കാനും കഴിയൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിൽ, കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം കടന്നു വരുമ്പോൾ അടുത്ത വർഷം ആ ദിവസം നമ്മൾ ആഘോഷിക്കൂ. എന്നെ ഉപ്പ മരണപ്പെട്ട ദിവസം ഞാൻ കുറച്ച് പായസം വിളമ്പാം, ബിരിയാണി വെക്കാം, മിഠായി വിതരണം ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ആ ദിവസം എത്രയോ ഉപദേശങ്ങൾ ആ സമൂഹത്തിന് നൽകിയത്, എന്തൊക്കെ ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, അത് ആലോചിച്ച് ദുഃഖിക്കേണ്ടതിന് പകരം ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങളും തോന്നിയവാസങ്ങളും. لا يقبل الله صاحب البدع صلاة ولا زكاة ولا حج ولا عمرة. ബിദ്അത്തിന്റെ സാഹിബുകാരന് ബിദ്അത്ത് ചെയ്ത ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹം, സംരക്ഷണം നൽകില്ല. അവന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. 5 നേരത്തെ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, സകാത്താകട്ടെ, ഉംറയാകട്ടെ, സാഹിബുൽ ബിദ്അത്തുകാരന്റെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ആ പ്രവാചകന്റെ വിയോഗമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസാബ അഹദുക്കും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല പ്രയാസം ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, അവൻ എന്റെ മരണത്തെ കുറിച്ച് ഓർക്കട്ടെ. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് അതാണ്. നമുക്കൊന്ന് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി, ആരെങ്കിലും മരണപ്പെട്ടു, അല്ലെങ്കിൽ രോഗമുണ്ടായി, എന്ത് പ്രയാസമാണെങ്കിലും എന്റെ മരണത്തെ കുറിച്ച് അവൻ ഓർക്കട്ടെ. അതാണ് ഏറ്റവും വലിയ മസീബത്ത് എന്ന് പറയുന്നത്. ആ റസൂലിന്റെ ജന്മദിനം സഹോദരങ്ങളെ എങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയാം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നില്ല.
നമ്മുടെ ചുറ്റുപാടുമുള്ള പള്ളികളിലൊക്കെ ഓതുന്ന നബാത്തി ഖുത്ബ, അതിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് ആ 4 ആഴ്ചത്തെ ഖുത്ബകളിലും പറയുന്നത്. അത് ഓതിക്കൊടുക്കുന്ന മൗലവിയാകട്ടെ, കേൾക്കുന്ന മഅ്മൂയിങ്ങളാകട്ടെ, അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. ആ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചും ഇതുപോലെ വഫാത്തിലൂടെ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ കുറിച്ചൊക്കെ ഖുതുബയിലൊക്കെ നിന്ന് കേട്ട് അത് കഴിഞ്ഞാലോ മറ്റുള്ള ആഘോഷങ്ങളിലേക്കൊക്കെ അവർ തിരിയുന്നത്. ഓരോ വർഷങ്ങളും കൂടിക്കൂടി വരിക. ഒന്ന് രാത്രി സമയത്ത് റബീഉൽ അവ്വലിൽ നമ്മളൊന്ന് യാത്ര ചെയ്ത മറ്റുള്ള മതസ്ഥരെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ ചർച്ചൊക്കെ അലങ്കരിക്കുന്നത് പോലെ വർണ്ണക്കടലാസുകൾ കൊണ്ട്, അതുപോലെ തന്നെ ലൈറ്റുകൾ കൊണ്ടൊക്കെ പള്ളികളും വീടുകളും ഒക്കെ അലങ്കരിക്കുകയാണ്. ജൂത ക്രിസ്ത്യാനികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അംഗീകരിക്കുന്ന, പിൻപറ്റുന്ന ഒരു കാലം വരും. ഇത്തരം ബിദ്അത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹാബത്ത് റളിയല്ലാഹു അൻഹും പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ആയിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച് നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.